സർ, പതിറ്റാണ്ടുകളായി ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു കേട്ടിരുന്ന ചാഗോസ് ദ്വീപ സമൂഹം അല്ലെ അതിൻ്റെ പരമാധികാരം ഒടുവിൽ ബ്രിട്ടൻ മൗറീഷ്യസിന് കൈമാറി. വലിയ വാർത്തയായിരുന്നു മാധ്യമങ്ങളിൽ. എന്നാൽ ഇന്ത്യക്ക് ഈ മൗറീഷ്യസിൽ ഒരു പട്ടാളത്താവളം ഉണ്ടെന്ന് കേൾക്കുന്നു. അതിൻ്റെ വാർത്ത അധികം വന്ന് കണ്ടില്ല. അങ്ങനെ ഉണ്ടോ? അത് വാസ്തവമാണോ? അതുണ്ട്. അത് ഏതാണ്ട് നമ്മുടെ പട്ടാളത്താവളം മൗറീഷ്യസിൽ അഗലഗ എന്ന് പറഞ്ഞ ദ്വീപ സമൂഹമാണല്ലോ ഈ കൊടുത്ത ചാഗോസ് എന്ന് പറയുന്നത്. ഇത് ചാഗോസ് ഐലൻഡ് 60 ദ്വീപുകളിലൊരു ദ്വീപ സമൂഹമാണ്. അതാണ് ഈ ആർക്കിപ്പെലാഗോ എന്ന് പറയുന്നത്. അത് കുറെ കാലമായിട്ട് ബ്രിട്ടന്റെ കയ്യിലിരിക്കുകയാണ്. അത് കൊടുത്താണ് കഴിഞ്ഞ ആഴ്ച വലിയ വാർത്തകളായിട്ട് വന്നത്. അതിൽ തന്നെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇന്ത്യ സമുദ്രത്തിൽ ഡിഗോ ഗാർഷ്യ എന്ന് പറഞ്ഞ ദ്വീപ് അമേരിക്കയുടെ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. അതിനെപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ വരുന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ ചാഗോസ് ബ്രിട്ടൻ മൗറീഷ്യസിന് വിട്ടുകൊടുത്തപ്പോൾ ഡിഗോ ഗാർഷ്യ അമേരിക്കയുടെ കയ്യിൽ തന്നെ ആണ്. അത് മൗറീഷ്യസിന് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാണ് ഡിഗോ ഗാർഷ്യയിൽ മറ്റേ അമേരിക്ക തുടരും. പൊതുവെ ഈ മുഖ്യധാരാ മാധ്യമങ്ങളിൽ കാണാത്തൊരു സംഗതി, മൗറീഷ്യസിന് ബ്രിട്ടൻ ഈ ചാഗോസ് ദ്വീപ സമൂഹം വിട്ടുകൊടുക്കാൻ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വലിയ ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. അത് ഇന്ത്യ പൊങ്ങച്ചൊന്നും പറഞ്ഞിട്ടില്ല. മാധ്യമങ്ങൾ അത് കണ്ടുമില്ല. അതെ, ബ്രിട്ടന്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്ന ഒരു രാജ്യമാണ്. ആ ചർച്ചകളിലൊക്കെ പങ്കെടുത്തിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. കാരണം മൗറീഷ്യസുമായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. മൗറീഷ്യസിൽ ഇവിടുന്ന് ധാരാളം ഇന്ത്യക്കാർ പോയിട്ട് മുമ്പ് സിലോണിലൊക്കെ പോകുമായിരുന്ന പോലെ പോയി ജോലിക്കൊക്കെ പോയി അവിടെ ഇന്ത്യൻ വംശജരുമൊക്കെയാണ്. അനിരുദ്ധ്, ജഗന്നാഥ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഭരണകർത്താക്കളുമൊക്കെ ആയി വന്നിരുന്നൊക്കെ. അപ്പോൾ ഇന്ത്യ സമുദ്രത്തിലെ 60 ഇന്ത്യയുടെ പട്ടാളത്താവളത്തിനെ പറ്റി പറയുന്നതിന് മുമ്പ് ഈ ചാഗോസ് അത് പറയാം. ഇന്ത്യ സമുദ്രത്തിലെ 60 ദ്വീപുകളാണത്. ഡിഗോ ഗാർഷ്യ ഇൻഡോ പസഫിക് മേഖലയിൽ അമേരിക്കൻ ബോംബർ വിമാനങ്ങൾ. അപ്പോൾ അതിന് ഉള്ള പ്രധാനപ്പെട്ട ഒരു താവളമായിട്ടാണ് ഡിഗോ ഗാർഷ്യ അമേരിക്ക ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ 99 വർഷത്തെ പാട്ടത്തിനാണ് ഇപ്പോൾ ഡിഗോ ഗാർഷ്യ ദ്വീപ് ബ്രിട്ടൻ അമേരിക്കയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിൽ ബ്രിട്ടന് കോയ്മ ഉണ്ടാവുമെങ്കിലും ഈ ഡിഗോ ഗാർഷ്യ ദ്വീപിൻ്റെ വാടക അത് മൗറീഷ്യസിനാണ് അമേരിക്ക കൊടുക്കേണ്ടത്. അങ്ങനെയാണ് കരാർ. അപ്പോൾ ഒരു വരുമാനം ആയി ദ്വീപ് മറ്റേ പാട്ടത്തിന് കൊടുത്തതിൻ്റെ. പിന്നെ ഈ ചാഗോസ് ദ്വീപിൽ അവിടുത്തെ ഗോത്രവർഗക്കാർ അവർ കുറേ പേരുണ്ടായിരുന്നു. ഇത് ഈ പട്ടാള ഏർപ്പാടിന് വേണ്ടിയും ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരെ അവിടുന്ന് എടുത്തിട്ട് വേറെ സ്ഥലത്ത് മാറ്റി പാർപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർക്ക് തിരിച്ചു വരാം, ഈ സ്ഥലത്തേക്ക് അവരുടെ സ്ഥലത്തേക്ക് മടങ്ങാം എന്നും ഈ കരാറിൽ പറഞ്ഞിട്ടുണ്ട്. 1966-67 ബ്രിട്ടൻ ഈ മൗറീഷ്യസ് പോയി മൗറീഷ്യസിന് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അതിന് തലേ വർഷം 1966 ബ്രിട്ടൻ ഈ ഡിഗോ ഗാർഷ്യ അമേരിക്കയ്ക്ക് പാട്ടത്തിന് കൊടുത്തത്. അപ്പം പോകുന്ന തീരുമാനിച്ചപ്പോൾ എന്നാൽ ഡിഗോ ഗാർഷ്യ വെച്ച് നമുക്ക് കുറച്ച് കാശുണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ബ്രിട്ടൻ. ഡിഗോ ഗാർഷ്യ അപ്പം മൗറീഷ്യസിന് കൊടുത്തില്ല. നമുക്കിപ്പോൾ ഇന്ത്യയുടെ താവളം ഈ ദ്വീപസമൂഹങ്ങളുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ മൗറീഷ്യസിൻ്റെ അഗലഗ എന്ന് പറഞ്ഞ ദ്വീപാണ് അത് 2 ദ്വീപ് ഉൾപ്പെട്ടതാണ്. തെക്കും വടക്കും 2 ദ്വീപുകളുണ്ട്. നമ്മുടെ പട്ടാളത്താവളം നോർത്ത്, അതായത് വടക്ക് അഗലഗ ദ്വീപിലാണ് ഇന്ത്യക്ക് പട്ടാളത്താവളം കിട്ടിയിരിക്കുന്നത്. നമ്മൾ ഏതാണ്ട് പണി പൂർത്തിയായി നിൽക്കുകയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഇപ്പോൾ അത് നമ്മൾ എന്തിനാണ് അതൊരു പട്ടാളത്താവളമായിട്ട് എടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ചൈനയെ വരുതിയിൽ നിർത്തേണ്ട കാര്യമുള്ളത് കൊണ്ടാണ് ഇന്ത്യ സമുദ്രത്തിൽ ഇതൊരു താവളമായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് P-8I ആ നിരീക്ഷണ വിമാനം റെക്കനസൻസ് വിമാനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക. മുമ്പ് ഡോർണിയറൊക്കെ ഉപയോഗിക്കാവുന്ന വിധത്തിലായിരുന്നു അത്. നമ്മൾ ആ ദ്വീപ് എടുത്തിട്ട് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ കുറേ നാളായിട്ട്
ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ P-81 റെക്കി ഫ്ലൈറ്റുകൾ അവിടെ ഇറങ്ങാൻ പറ്റുമല്ലോ എന്നുള്ളത് ആണ് നമ്മൾ ഉദ്ദേശിച്ചതും പരിഷ്കരിച്ചതും. അപ്പോൾ ചൈനയ്ക്ക് തടസ്സം ഉണ്ടാക്കുക എന്നുള്ള ഉദ്ദേശം മാർച്ച് ആയപ്പോൾ ഏതാണ്ടൊക്കെ പണി തീർന്നിരുന്നു. മാത്രമല്ല മാർച്ചിൽ നരേന്ദ്രമോദി മൗറീഷ്യസിൽ പോയിട്ട് അവിടുത്തെ പ്രധാനമന്ത്രി പ്രവിന്ദ് ജഗന്നാഥിൻ്റെ കൂടെ അവർ സംയുക്തമായിട്ട് ഈ പട്ടാളത്താവളം തുറക്കുകയും ചെയ്തു. ഉദ്ഘാടനം മാർച്ചിൽ കഴിഞ്ഞു. അത് ശരി. ബാക്കി പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ പശ്ചിമ ഇന്ത്യ സമുദ്രത്തിലെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ അഗലഗ നമ്മുടെ പട്ടാളത്താവളം. ഇതിൽ മെയിൻ ഏറ്റവും പ്രധാനപ്പെട്ട ദ്വീപ് എന്ന് പറഞ്ഞത് നമ്മുടെ പട്ടാളത്താവളമുള്ള വടക്കൻ ദ്വീപ് തന്നെയാണ്. മറ്റേ തെക്കൻ ദ്വീപ് ചെറുതാണ്, മറ്റേതാണ് വളരെ വലുത്. പോർട്ട് ലൂയിസാണ് ഈ മൗറീഷ്യസിൻ്റെ തലസ്ഥാനം. അതിൽ നിന്ന് 1100 കിലോമീറ്റർ വടക്കാണ് നമ്മുടെ പട്ടാളത്താവളമുള്ള ഈ അഗലഗ എന്ന് പറഞ്ഞ ദ്വീപ്. മാലദ്വീപില്ലേ, ഇപ്പൊ മാലദ്വീപ് വലിയ ദാരിദ്ര്യത്തിലാണ്. മൊയ്സു ഈ പിച്ചതണ്ടാനായിട്ട് ഡൽഹിയിൽ വന്ന് 4 ദിവസം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ടേ പോകുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അവിടെ ഈ വിദേശ നാണ്യ കരുതൽ ശേഖരം വറ്റിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ 50 മില്യൺ കണ്ട് കൊടുത്തില്ലേ, കൊടുത്തു. പിന്നെ അവിടെ ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നു. ഈ പ്രവാസികൾ മറ്റേ വിത്ത്ഡ്രോ ചെയ്യുന്ന എമൗണ്ട് ഒക്കെ വളരെ കുറയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇത്രയാകാവൂ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഈ തന്ത്രപ്രധാനമായ മാലദ്വീപ് അവർ ചൈനയുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ചാഞ്ചാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ മാലദ്വീപിൽ നിന്ന് 2500 കിലോമീറ്ററാണ് ഈ അഗലഗ ദ്വീപിലേക്ക്, നമ്മുടെ ഇപ്പോൾ പട്ടാളത്താവളമുള്ള ദ്വീപിലേക്കുള്ളത്. വർഷങ്ങളായി ഇന്ത്യ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അഗലഗ ദ്വീപ് മൗറീഷ്യസിൽ നമുക്കൊരു പട്ടാളത്താവളം വേണം എന്നുള്ളത്. അപ്പോൾ വിഷൻ സാഗർ എന്ന് പറഞ്ഞ പദ്ധതിയിൽ, നമ്മുടെ പദ്ധതിയിൽ ഈ മൗറീഷ്യസ് പങ്കാളിയാണ്. ഇപ്പോൾ അഗലഗ ഈ ദ്വീപിൽ ഇപ്പോൾ ഒരു എയർ സ്ട്രിപ്പും ജെട്ടിയും നമ്മൾ പണിത് ശരിയാക്കിയിട്ടുണ്ട്. എയർ സ്ട്രിപ്പും ഉണ്ട്, ജെട്ടിയുണ്ട്. ഈ ആഫ്രിക്കയുടെ കിഴക്കൻ തീരം ഒക്കെ ഇവിടെ നിന്ന് നിരീക്ഷണത്തിൽ ഏർപ്പെടാൻ പറ്റും, നിരീക്ഷണത്തിൽ വെക്കാൻ പറ്റും. മാലദ്വീപ് ഉൾപ്പെടെയുള്ള മേഖലയിൽ ചൈനയുടെ സ്വാധീനമുണ്ടല്ലോ മാലദ്വീപിൽ ഉൾപ്പെടെ, അതൊക്കെ ചെറുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമുക്കൊരു താവളം വേണം എന്നുള്ളത്. അപ്പോൾ നോർത്ത് അഗലഗ നേരത്തെ പറഞ്ഞ പോലെ ഡോർണിയർ വിമാനം ഇറങ്ങാനായിട്ട് വളരെ എളുപ്പമാണ്. അതാണ് ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്ത് നമ്മൾ ശരിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ പൂർണ്ണ നാവിക താവളമാവും ഇന്ത്യയുടെ. അത് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യ സമുദ്രത്തിലെ പടിഞ്ഞാറൻ തെക്കൻ ഭാഗങ്ങളൊക്കെ, ഇന്ത്യ സമുദ്രത്തിലെ പടിഞ്ഞാറും തെക്കൻ ഭാഗങ്ങളുമൊക്കെ നിരീക്ഷിക്കാം. ആഫ്രിക്കയുടെ കിഴക്ക് തെക്ക് തീരങ്ങൾ അതും നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ഇപ്പോൾ ചെങ്കടലിൽ സംഘർഷമുണ്ടല്ലോ ഈ ഹൂത്തികളുടെ ആക്രമണം കാരണം. അതുകൊണ്ട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, ചുറ്റിവളഞ്ഞ് കിഴക്ക് പടിഞ്ഞാറൻ യാത്രകൾ. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇടപെടാനുമൊക്കെ ഇന്ത്യ സമുദ്രത്തിൽ നമുക്കൊരു താവളം, അതാണ് ഉദ്ദേശിക്കുന്നത്. അതും ഉണ്ട്, അതും ഗുണമാണ്. 2017 ചൈനയുടെ ആദ്യത്തെ വിദേശ താവളം ഈ കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ ജിബൂട്ടിയിൽ അവരൊരു പട്ടാളത്താവളം 7 കൊല്ലം മുമ്പ് ചൈനയ്ക്ക് കിട്ടി. അതാണ് ഈ ആഫ്രിക്കൻ തീരങ്ങളും കൂടി നമ്മൾ ഈ അഗലഗ ദ്വീപിൽ നിന്ന് നിരീക്ഷിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ജിബൂട്ടിയിൽ ഏഡൻ ഉൾക്കടലിലാണ്. അപ്പോൾ തന്ത്രപ്രധാനമായ ഒരു താവളമാണ് അവർക്ക് ആഫ്രിക്കയിലെ ജിബൂട്ടിയിലുള്ളത്. ഇപ്പോൾ ഇന്ത്യൻ പക്ഷേ മൗറീഷ്യസിൽ ഒരുമാതിരി പട്ടാള കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇന്ത്യക്കാർ തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യൻ ഓഫീസർമാർ മൗറീഷ്യസിൽ ഡെപ്യൂട്ടി ചെയ്യാറുണ്ട്, അവിടെ പോയി സേവനം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് പല തസ്തികകളിൽ. ഇപ്പോൾ മൗറീഷ്യസിൻ്റെ തീരരക്ഷാസേന അതിൻ്റെ മേധാവി ഇന്ത്യക്കാരനാണ് മൗറീഷ്യസിൻ്റെ. ഡെപ്യൂട്ടേഷനിൽ ഇങ്ങനെ പോകുന്നവർ പോലീസ് ഹെലികോപ്റ്റർ സ്ക്വാഡ്രൺ അതിൻ്റെ മേധാവി ഇന്ത്യക്കാരനാണ് മൗറീഷ്യസിൽ. ഹൈഡ്രോഗ്രഫി സർവീസ് അതിനെ നയിക്കുന്നതും ഇന്ത്യൻ നേവൽ ഓഫീസറാണ്. എന്ന് പറഞ്ഞാൽ ഈ പട്ടാള സൈനിക ഏർപ്പാടുകളുടെ ഒക്കെ നമ്മുടെ കയ്യിലാണെന്ന് അർത്ഥം മൗറീഷ്യസിൻ്റെ.
പിന്നെ ആയുധങ്ങൾ വാങ്ങാനായിട്ട് മൗറീഷ്യസിന് നമ്മൾ 3 കൊല്ലം മുമ്പ് 2021 $100 മില്യൺ വായ്പ കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് വായ്പയും മൗറീഷ്യസ് വാങ്ങാറുണ്ട്. ഇപ്പോൾ മിനിക്കോയിൽ നമുക്ക് INS ജഡായു എന്ന് പറഞ്ഞ താവളം നമ്മൾ പണിതിട്ടുണ്ട്. കവരത്തിയിൽ INS ദ്വീപ് രക്ഷക് എന്ന് പറഞ്ഞ് നമുക്ക് താവളം ഉണ്ട് ഇപ്പോൾ. അപ്പോൾ സീഷെൽസുമായിട്ടും മഡഗാസ്കറുമായിട്ടൊക്കെ നമുക്ക് നല്ല ബന്ധങ്ങളുണ്ട്. ഇതിൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ സംസാരിക്കുമ്പോൾ നമുക്കും ചൈനയ്ക്കും വ്യോമതാവളങ്ങൾ പുറത്തുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ ഒരാളത് വിശ്വസിച്ചിരുന്നില്ല. എന്നുവെച്ചാൽ രാജ്യത്തിന് പുറത്തില്ല എന്നുള്ളത്. ഇന്ത്യക്കൊക്കെ എവിടുന്ന്, ഇന്ത്യക്കൊക്കെ അതിനുള്ള ശക്തി ഉണ്ടോ എന്നൊക്കെ. ഇന്ത്യ വൻശക്തിയാണ്, 3ാമത്തെ വൻശക്തിയായിരുന്നു ആണെന്ന് ലോവിസ് ഇൻസ്റ്റിറ്റ്യൂട്ട് 2 ആഴ്ച മുമ്പ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചാണ്. ഇനി ഇന്ത്യക്കുള്ള വ്യോമതാവളം താജിക്കിസ്ഥാനിലാണ്. അവിടെ തന്നെ ചൈനയ്ക്കും വ്യോമതാവളമുണ്ട്. ഈ താജിക്കിസ്ഥാനിലെ ഐനി വ്യോമതാവളം അത് ഇന്ത്യയുടെയാണ്. ഗിസാർ എന്നും അതിന് പേര് പറയാറുണ്ട്, ഐനി വ്യോമതാവളത്തിന്. ഇത് ഈ തജിക്കിസ്ഥാൻ്റെ തലസ്ഥാനമായ ദുഷാൻബേയിൽ നിന്ന് 10 കിലോമീറ്ററേ ഉള്ളൂ ഈ വ്യോമതാവളത്തിലേക്ക് ഇന്ത്യയുടെ. മാത്രമല്ല ഇന്ത്യക്ക് ഈ ഐനി എന്ന് പറഞ്ഞ വ്യോമത്താവളം തജിക്കിസ്ഥാനിലെ 2ാമത്തെ വ്യോമത്താവളമാണ്. ഫർക്കോ എന്ന് പറഞ്ഞ സ്ഥലത്തും നമുക്കൊരു വ്യോമത്താവളം തജിക്കിസ്ഥാനിലുണ്ട്. തജിക്കിസ്ഥാൻ ഒരു ദരിദ്ര രാജ്യമാണ്. അവർ ജീവിച്ചു പോകുന്നത് ഇങ്ങനെ നമ്മളും ഒക്കെ പൈസ കൊടുക്കുന്നത് കൊണ്ടാണ്, സാമ്പത്തിക സഹായം കൊണ്ടിട്ട്. അപ്പോൾ ഇന്ത്യക്ക് തജിക്കിസ്ഥാനിൽ 2 വ്യോമത്താവളം ഉണ്ട്. ഇന്ത്യ ഒരു ഗ്ലോബൽ പ്ലെയറാണ്. താജിക്കിസ്ഥാനിലുണ്ട്. ഇപ്പോൾ മൗറീഷ്യസിൽ ഫുൾ ഫ്ലെഡ്ജ്ഡ് പട്ടാളത്താവളം, വ്യോമത്താവളം മാത്രമല്ല നാവിക താവളവും ഒക്കെ കൂടിയാണ് മൗറീഷ്യസ്. പക്ഷെ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊരു കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കാറില്ല അല്ലേ. നമ്മൾ വളരെ തന്ത്രപരമായി നയതന്ത്രപരമായുള്ള ഇടപെടൽ നടത്തുന്ന പോലെ ശിങ്കാരിമേളം ഇല്ല. അതാണ് എൻ്റെ കാര്യം. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.